ഹലോ വെൽക്കം ബാക്ക്. ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നല്ലൊരു മദേഴ്സ് ഡേ സ്പെഷ്യൽ വ്ളോഗാട്ടോ ഷെയർ ചെയ്യുന്നത്. ഇതിൽ നല്ല റെസിപ്പി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബറുടെ വക മക്കൾക്ക് വന്നിട്ടുള്ള നല്ലൊരു ഗിഫ്റ്റും അൺബോക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹോട്ട് പാക്ക് വിന്നേഴ്സ് ഉണ്ടല്ലോ, ഗിവ് അവേ വിന്നേഴ്സ്, പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അതുപോലെ നമ്മുടെ ഐഷാസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്നൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യണം. അപ്പോൾ ശരി, നമുക്ക് വ്ളോഗിലേക്ക് പോവാം. മദേഴ്സ് ഡേ ആയതുകൊണ്ട് തന്നെ റീനും റോസ്റ്റിനും സ്കൂളിൽ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. അപ്പം അതിന് റീനിന് കിട്ടിയത് സാലഡ് മേക്കിംഗ് വിത്ത് മോമായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഫോട്ടോ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സെറ്റപ്പാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. എന്തപ്പത്? ഇമ്മാൻ്റെ ഫേവറേറ്റ് ആട്ടോ ലോലിപോപ്പ്. ഇമ്മാൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് ആണല്ലോ. കാടൊക്കെ കേട്ടോ. റോസ് മോൾ തുറന്നോട്ടെ. ഹാപ്പി മദേഴ്സ് ഡേ ടു മൈ ഡിയർ മോം. You are so cute. Thank you. Your food is so wow. Thank you. Smiley face. മാക്കി തരാം. You are my chakra. ആരും ഹെൽപ്പ് ചെയ്തിട്ടില്ലല്ലോ. റോസ് മോൾ ഒറ്റയ്ക്ക് എഴുതിയല്ലേ? റോസ് മോൾ ഒറ്റയ്ക്ക് എഴുതിയത് നല്ല കുട്ടിയാണ്. നല്ല നന്നായിട്ടുണ്ട് കേട്ടോ. I love you. Smiley face. Wow, thank you. നീ ചോക്ലേറ്റ് തോന്നോട്ടെ. നല്ല ഭംഗിയിൽ കട്ട് ചെയ്തിട്ടുണ്ടല്ലേ. ചോക്ലേറ്റ് ഒക്കെ അമ്മാക്കാം. റോസ് എടുത്തോ? ഒരെണ്ണം ഫേവറേറ്റ് ചോക്ലേറ്റ് എന്നാലും റോസ് മോൾ എടുത്തോ. എൻ്റെ റോസ് മോൾ അല്ലേ. ഓക്കെ, ഇത് ഉമ്മാക്ക് കേട്ടോ. പിന്നെ ഒരു ചോക്ലേറ്റും അത് കൂടി ഉണ്ടായാൽ ഇതുമ്മ ബോക്സ് എടുത്തേക്കട്ടെ. ഉറപ്പല്ലേ? ഇതൊന്നും വേണ്ട ചോക്ലേറ്റ്? ഒന്നും കൂടി എടുത്തോ. ഒരു ചോക്ലേറ്റ് ഉറപ്പാ? അപ്പോൾ റോസുവിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് മോമിന് ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു, മദേഴ്സ് ഡേ സ്പെഷ്യൽ ഗിഫ്റ്റ്. അപ്പം അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ് ഉണ്ടാക്കാനും ചെയ്യാനൊക്കെ. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മുടെ ഗിഫ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഈ ഒരു ഗിഫ്റ്റ് അയച്ചു തന്നിട്ടുള്ളത് ഇസ ഡിസൈൻസിൽ നിന്നാണ്. നമ്മുടെ സബ്സ്ക്രൈബർ തന്നെയാണ്. റൂയിമോൾക്കും റോസുവിനുമാണ് ഗിഫ്റ്റ് അയച്ചു തന്നിട്ടുള്ളത്. ട്വിന്നിങ് ഡ്രസ് ആട്ടോ. അപ്പോൾ ഇവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പറും അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജ് ലിങ്കും ഞാൻ താഴെ പിൻഡ് കമൻറ്റിൽ കൊടുക്കാം. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവരുടെ ഇൻസ്റ്റാ പേജ് ലിങ്കും അതുപോലെ തന്നെ വാട്സപ്പ് നമ്പറൊക്കെ നോക്കുക. അവരെ തന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഇവർ സിസ്റ്റേഴ്സാണ് ഈ ഒരു ബുട്ടിക്ക് നടത്തുന്നത്. അപ്പം നാട്ടിലാണ് ഒരു സിസ്റ്റർ ഉള്ളത്, ഒരു സിസ്റ്റർ ഇവിടെ UAE-യിലാണ്. അപ്പം നാട്ടിലുള്ളവർക്കും ഓർഡർ ചെയ്യാം, UAE-യിലുള്ളവർക്കും ഓർഡർ ചെയ്യാം. പിന്നെ കൂടുതലായിട്ടും ഇതുപോലെ കുട്ടികളുടെ ഡ്രസ്സാട്ടോ അവർ ചെയ്യുന്നത്. അപ്പോൾ റൂയിമോൾക്ക് ഷൂസൊക്കെ ഉണ്ടായിരുന്നു. ഷൂസിൻ്റെ സൈസ് ഞാൻ പറഞ്ഞു കൊടുത്തതിൽ കുറച്ച് മിസ്റ്റേക്ക് ആയിപ്പോയി. അപ്പോൾ ഷൂസ് പാകമില്ല കേട്ടോ. അപ്പം സൈസൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക. ഇത് റോസുവിൻ്റെ ഫ്രോക്കിൻ്റെ അടിയിൽ ഇടാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് അയച്ചതാണ്. അപ്പോൾ നന്നായിട്ട് പൊങ്ങി കിടക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് ഇടാതെ തന്നെ നല്ല ഭംഗിയിൽ കിടക്കുന്നുണ്ട്. പിന്നെ റൂയിമോൾക്ക് ഒരു ബോ ഉണ്ട്. അതുപോലെ റോസിന് ഈ ഒരു സാധനമാണുള്ളത്. നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ രണ്ടുപേർക്കും ഡ്രസ്സ് ഇട്ടിട്ട്. പിന്നെ എനിക്ക് രാത്രിയിലായതുകൊണ്ട് നല്ല ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഈദിന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. നന്നായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാമല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാ.
അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പാകമാണോ എന്ന് നോക്കാൻ വേണ്ടി ഇട്ട് കൊടുത്താണ്. വീഡിയോ എടുക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, പക്ഷേ ആൾ ഭയങ്കര സ്മാർട്ടായിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ സമ്മതിച്ച് തന്ന്. അപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഡ്രസ്സ്. പുറത്ത് പോകാമെന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും. പുറത്ത് പോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ ഡ്രസ്സാണെന്നൊക്കെ തോന്നിയിട്ടുണ്ടാവുമായിരിക്കും. അതുകൊണ്ട് ഭയങ്കര കാര്യമായിട്ട് വീഡിയോക്കൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല മൂഡിലാണ്. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. റൂയിമോൾ കാര്യമായിട്ട് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന കണ്ടപ്പോൾ ഞാൻ വേഗം റോസിനെ കൊണ്ടും ആ ഒരു ഫ്രോക്കൊന്നും ഇടിയിപ്പിച്ചു. പിന്നെ രണ്ടും കൂടി ആ ഒരു ഫോട്ടോ എടുക്കൽ കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ രാത്രിയിലായതുകൊണ്ട് തന്നെ കറക്റ്റ് കളറും കിട്ടുന്നില്ല വീഡിയോയിൽ. അപ്പോൾ എന്തായാലും ഞാൻ വേറൊരു ദിവസം നല്ല രീതിയിൽ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞാൻ ഷെയർ ചെയ്യാം ഇൻഷാ അല്ലാ. അപ്പോൾ ഇതുപോലെ കസ്റ്റമൈസ്ഡ് ആയിട്ട് കുട്ടികൾക്ക് ഉടുപ്പൊക്കെ വേണമെന്നുള്ളവർ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസിലൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം കേട്ടോ. ബാക്കി ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ നേരിട്ട് കോൺടാക്ട് ചെയ്ത് ചോദിച്ച് നോക്കൂ. ഞാൻ പിൻഡ് കമൻറ്റിൽ കൊടുക്കാം. അതുപോലെ തന്നെ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ലിങ്കും കൊടുക്കാം. അതിൽ കുറേ ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്കും ആ ഒരു ഫോട്ടോസൊക്കെ കാണിച്ചിട്ടായിരുന്നു മോഡൽ സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ല മോഡൽസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ക്ലാംസ് മീറ്റ് ഫ്രൈ ആണ്. അതായത് കക്ക, എരുന്ത് എന്നൊക്കെ പറയും. നമ്മുടെ നാട്ടിലൊക്കെ പല പേരിലാണ് ഈ ഒരു സംഭവം പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ദുബായിൽ ദേരയിലെ ഫിഷ് മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ ഞാനതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള പുഴുങ്ങുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അതായത് ഈ ക്ലാംസ് നന്നായിട്ട് കഴുകിയിട്ട് അതിൽ മണ്ണൊക്കെ ഉണ്ടാവും, അതൊന്ന് കഴുകിയിട്ട് കുറേ വെള്ളത്തിൽ ഒന്ന് പുഴുങ്ങിയെടുക്കണം. ഒരു 5-10 മിനിറ്റ് ഒന്ന് പുഴുങ്ങിയെടുക്കുക. അപ്പോൾ അതിങ്ങനെ തുറന്ന് വരും. എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്തുള്ള ഈ ഒരു മീറ്റ് എടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്ലേറ്റിലിട്ട് മാറ്റാം. അപ്പോൾ പുഴുങ്ങുന്ന ആ ഒരു സ്റ്റെപ്പ് വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടോ. ഞാൻ പുഴുങ്ങിയ ശേഷമാണ് ഓർത്തത് വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. അപ്പോൾ നമ്മളിങ്ങനെ പുഴുങ്ങുന്ന സമയത്ത് തന്നെ ഇതിങ്ങനെ തുറന്ന് വരും കേട്ടോ. എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ശരിക്കും ഈ ഒരു സംഭവം വാങ്ങിക്കാണ്ടിരിക്കുക നല്ലത്. കാരണം ഇത്രയും തോടുണ്ട്. എന്നാൽ മീറ്റാണെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് കിട്ടിയത് അത്രയേ ഉള്ളൂ. ഇനി ഇതിപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്താൽ വീണ്ടും അതൊന്ന് കുറഞ്ഞു പോവും. അതിൽ നന്നായിട്ട് മണ്ണൊക്കെ ഉണ്ടാവും, മണലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. നന്നായിട്ട് തിരുമ്മി കഴുകുക. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഇത് കഴിക്കാനാണ് ഇഷ്ടം. ഇത് ഉണ്ടാക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. ഒരുപാട് പണിയാണ്. അപ്പോൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. മാക്സിമം അതിൻ്റെ ആ ഒരു ബ്ലാക്ക് കളറൊക്കെ കളയാൻ നോക്കുക. മാക്സിമം നോക്കുക. മണലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം കളയാൻ നോക്കുക. ഇനി നമുക്കൊരു പാന് ചൂടാക്കിയിട്ട് നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാണ്ട്. ഇതെല്ലാം ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാണ്ട്. ഇതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് പാന് ചൂടാക്കിയിട്ട് അവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ചെറിയ ഉള്ളി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ചെറിയ ഉള്ളി കൂടുതലായാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ചെറിയുള്ളി എടുക്കുന്നതായിരിക്കും നല്ലത്. ഒന്ന് ചെറിയൊരു റോസ്റ്റ് പരുവത്തിലാണ് ആക്കുന്നത്, ഫ്രൈ ആക്കുന്നില്ല. ഫ്രൈ ആക്കുവാണെങ്കിൽ നമുക്ക് ചെറിയുള്ളിൻ്റെ ആവശ്യമില്ല കേട്ടോ. ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക. ഇനി പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ചെറിയ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ബ്രൗൺ കളറൊന്നും ആവണ്ട. ഒന്ന് ആ ഒരു പച്ചമണം ഒന്ന് മാറി ഒന്ന് ചെറുതായിട്ട് സോഫ്റ്റായിട്ട് വന്നാൽ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറിയ ഉള്ളി ചേർത്തിട്ട് എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മാക്സിമം ചേർക്കാൻ നോക്കുക. അതില്ലെങ്കിൽ വലിയ ഉള്ളി എടുക്കുക കേട്ടോ. വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് മാരിനേഷൻ കൊടുത്തിട്ടാണ് നമ്മൾ മസാലപ്പൊടികൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്.
പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഗരം മസാലപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ അതിലേക്ക്. അത് വേണമെങ്കിൽ ചെറിയ ഉള്ളി വഴറ്റി വന്ന ശേഷം അതിലേക്ക് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പം ഇതെല്ലാം കൂടി ചേർത്ത് പിന്നെ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളി ഒന്ന് സോഫ്റ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറിയ ശേഷം വേണം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാൻ. തക്കാളി ഞാൻ ചെറിയൊരു പീസ് മാത്രമേ ചേർക്കുന്നുള്ളൂ, ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ കറിവേപ്പില, മല്ലിയില ഇതൊന്നും എൻ്റെ അടുത്ത് ഇപ്പോൾ ഇവിടെ സ്റ്റോക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ആഡ് ചെയ്യാത്തത്. അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പ്രത്യേക വേറൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇനി നമുക്ക് ഈ മസാല തേച്ചിട്ടുള്ള ഈ ക്ലാംസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് ഈ ഒരു മസാലയിൽ നന്നായിട്ട് കോട്ടായിട്ട് നന്നായിട്ട് കുക്കായിട്ട് വരണം. അപ്പോൾ ഓൾറെഡി നമ്മൾ പുഴുങ്ങിയെടുത്തപ്പോൾ കുറച്ചൊന്ന് കുക്കായിട്ടുണ്ടാവും. ഇനി ബാക്കിയെല്ലാം കൂടി ഇതിലിങ്ങനെ കിടന്നിട്ട് കുക്കായാൽ മതി. ഒരു 5 മിനിറ്റ് 5-8 മിനിറ്റ് അത്ര മതി. അതിൽ കൂടുതലൊന്നും ആവശ്യമില്ല. അപ്പോൾ വെള്ളമൊന്നും എക്സ്ട്രാ ആഡ് ചെയ്തിട്ടില്ല. ഇതിങ്ങനെ വഴറ്റി കൊടുത്താൽ മതി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോൾ നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. നമ്മുടെ ക്ലാംസ് മീറ്റ് ഫ്രൈ അല്ലെങ്കിൽ കക്ക ഇറച്ചി ഫ്രൈ ആക്കിയത്, റോസ്റ്റ് ആക്കിയത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കക്ക ഇറച്ചിയൊക്കെ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. പിന്നെ അതുപോലെ നമ്മുടെ വ്യൂവേഴ്സൊക്കെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം ഒരുപാട് തട്ടിപ്പുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും വീഴാതെ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഞാൻ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളൊരു പോസ്റ്റാണ്. നമ്മുടെ വ്യൂവേഴ്സിൽ കുറച്ച് പേരൊക്കെ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തയുടെ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വേറൊരു അക്കൗണ്ട് ആരോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഇത്തയുടെ തന്നെയാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരൊറ്റ അക്കൗണ്ടുള്ളൂ. അതിന് ആ ഫോളോവേഴ്സിൻ്റെ ഇതൊക്കെ കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു അക്കൗണ്ടാണ് എൻ്റേത്. പിന്നെ ഫോട്ടോസൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ. അപ്പോൾ പുതിയ അക്കൗണ്ടൊന്നും ഞാൻ ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ വേറൊരു അക്കൗണ്ടിൽ നിന്ന് പലർക്കും മെസ്സേജ് ഇതുപോലെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും ആ ലിങ്കിലൊന്നും ഓപ്പൺ ചെയ്യാൻ നിൽക്കണ്ട. ഞാനങ്ങനെ പേഴ്സണലായിട്ട് അങ്ങനെ ലിങ്ക് ഒന്നും ആർക്കും ഷെയർ ചെയ്യില്ല കേട്ടോ. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ പലതും എന്തൊക്കെയോ കമൻസൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊന്നും നിങ്ങൾ നോക്കണ്ട. എൻ്റെ അക്കൗണ്ടിൽ നിന്ന് വന്നാണെങ്കിൽ മാത്രം നോക്കിയാൽ മതി. പിന്നെ ഗിവ് അവേ വിൻ ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ട് പലർക്കും. അപ്പം ഗിവ് അവേ വിൻ ചെയ്ത് ഞാൻ ആർക്കും പേഴ്സണൽ മെസ്സേജ് ഒന്നും അയക്കില്ല, ഞാൻ പോസ്റ്റ് ഇടേയുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം എനിക്കിങ്ങനെ വ്യൂവേഴ്സ് അയച്ചു തന്നുകൊണ്ടും ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ എനിക്കത് അറിയാനും പറ്റി. അപ്പോൾ തന്നെ ഞാൻ ആ ഒരു അക്കൗണ്ടിനെതിരെ ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അക്കൗണ്ട് ക്ലോസ് ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ വീണ്ടും അതുപോലെ തന്നെ വേറൊരു അക്കൗണ്ട് വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും ക്ലെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും അത് ഉണ്ടാവുമോ എന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പം ഈ ഒരു വീഡിയോയിൽ ഇത് മെൻഷൻ ചെയ്യാൻ കാരണം. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ എനിക്ക് 1-2 തവണ ഞാൻ എങ്ങനെയോ രക്ഷപ്പെട്ടു പോയതായിരുന്നു. അതായത് ഹാക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ലിങ്ക്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, മെയിലായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനത്തെ ലിങ്കുകളൊന്നും, ഔട്ട്സൈഡ് ലിങ്ക്സ് ഒന്നും ഓപ്പൺ ചെയ്യാൻ നിൽക്കരുത്. നമുക്ക് ഡൗട്ട് തോന്നുന്ന ഒന്നും ഓപ്പൺ ചെയ്യരുത്. നമ്മൾ ക്ലിക്ക് ചെയ്യാൻ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ലിങ്ക്സൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ക്ലിക്ക് ചെയ്യാണ്ടിരിക്കുക. ഒന്ന് ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായില്ലെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ടോ വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.